ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നമുക്ക് നല്ല പഴുത്ത തക്കാളി വേണം, ഒരല്പം വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇനി ഇത് മൂന്നും നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല, ഉപ്പും വെളിച്ചെണ്ണ കൂടി ചേർക്കാനുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി ഉപ്പിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒരല്പം മതി, അത് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വെളിച്ചെണ്ണ വേണ്ട എന്നുള്ളവർക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചാലും മതി. ഇവിടെ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. കുറച്ച് സമയം ഒന്ന് തക്കാളി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ COVID-19 കാലമല്ലേ, ഏത് സമയത്ത് ഏത് ക്രൈസിസാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. ഇത് ബാച്ചിലേഴ്സിനായാലും ബിഗിനേഴ്സിനായാലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. എന്നാൽ ടേസ്റ്റ് ആവട്ടെ, അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസാല പൗഡേഴ്സും യൂസ് ചെയ്യാത്തത് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ദോശ, ചോറ്, കബ്സ, മന്തി അങ്ങനെയുള്ള ഏത് വിഭവത്തിൻ്റെ കൂടെയും പോകുന്ന ഒന്നാണ്. തക്കാളി കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരല്പസമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാണ്. ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക, തക്കാളിയൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ ഒരു ജാറിലേക്ക് മാറ്റാം. നിങ്ങളൊരു ബിഗിന്നർ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സാധനവും ചൂട് കുറയാതെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. ഇനി ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാനിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കടിക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, വളരെ ടേസ്റ്റിയാണ് ഇത്. ഹരിബറിയിൽ പോകുന്ന ആളുകൾക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബി സേഫ്, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.